ഹേ ഗായ്സ്, അപ്പോൾ കുറച്ച് നാളുകൾക്ക് ശേഷം ഞാൻ പിന്നെയും വന്നു. അപ്പോൾ ഇനി നമ്മൾ ഒന്ന് പുറത്തൊക്കെ പോകാൻ വേണ്ടിയിട്ട് പോവുകയാണ്. നമ്മൾ ബസ് കയറാൻ വേണ്ടിയിട്ട് പോവുക. ബസ്സിനാണ് ഗൈസ് പോകുന്നത്. അപ്പോൾ എനിക്ക് എന്തായാലും ഛർദ്ദിക്കാൻ വരും. അതിപ്പോൾ എങ്ങനെ പോയാലും എനിക്ക് ബസ്സിൽ കയറി ഛർദ്ദിക്കാൻ വരും. അപ്പോൾ നമ്മൾ ഇവിടെ ബസ് കയറാൻ നിൽക്കുകയാണ്. നല്ല എക്സൈറ്റഡ് ആണ് ഗൈസ് പോകാൻ. എനിക്ക് നല്ല ഇഷ്ടപ്പെട്ട ദിവസമാണ് അതും. എന്നിട്ട് നമ്മളിതാ മിഠായി വാങ്ങാൻ വേണ്ടി കടയിൽ കയറി. മിഠായിയൊക്കെ ഒരു 10-12 മിഠായിയൊക്കെ മേടിച്ചു, പക്ഷെ അതൊക്കെ വെറുതെ ആയിരുന്നു. അങ്ങനെ ബസ് വന്നു. നമ്മൾ ബസ്സിൽ കയറി പോവുകയാണ്. എനിക്ക് ഇങ്ങനെ ബസ്സിലിരിക്കുമ്പോഴും ഛർദ്ദിക്കാനൊക്കെ വരണ്ടായിരുന്നു. അപ്പോൾ ഞാനൊരു മിഠായി എടുത്ത് വായിലിട്ടു. അത് തിന്നുകൊണ്ടിരിക്കുകയായിരുന്നു ഗൈസ് ഇപ്പോൾ. അങ്ങനെ നമ്മൾ എത്തേണ്ട സ്ഥലം എത്തിയോയെന്ന് ചോദിച്ചാൽ എത്തി. എന്നിട്ട് നമ്മൾ ചായ ഒന്നും കുടിച്ചില്ലായിരുന്നു ഞാൻ. അപ്പോൾ ചായ കുടിക്കാൻ പോകണം. ബസ്സിൽ നിന്ന് ഇറങ്ങിയ ഉടനെ തന്നെ ഞാൻ പോയി ഛർദ്ദിച്ച് കഴിഞ്ഞിട്ടുള്ള സന്തോഷമാണ് ഗൈസ് ഇപ്പോൾ ഇതിലെൻ്റെ മുഖത്ത് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത്. നമ്മളിപ്പോൾ ചായ കുടിക്കാനാണ് പോകണത്. അങ്ങനെ നമ്മൾ ചായ കുടിക്കാൻ കയറി. ദോശയും സാമ്പാറും ചമ്മന്തിയും അങ്ങനെ എല്ലാം ഉണ്ടായിരുന്നു. എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു, പക്ഷെ കഴിക്കാൻ പറ്റിയില്ല ഛർദ്ദിച്ചതുകൊണ്ട്. പിന്നെ നമ്മൾ ചുമ്മാ ഒരു കടയിൽ കയറി കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കാൻ. എനിക്കല്ല, വേറെ ആൾക്കാണ് സാധനങ്ങളൊക്കെ മേടിക്കാൻ കയറിയത്. പക്ഷെ എനിക്കിത് നല്ല ഇഷ്ടപ്പെട്ടു ഈ കട. ഇവിടെ കാണുന്ന ആ പൂച്ചയുടെ ചെവിയുള്ള പോലത്തെ ബ്രഷ്, അത് കാണാൻ നല്ല രസമുണ്ടായിരുന്നു ഗെയ്സ്, നല്ല ക്യൂട്ടായിട്ട്. പക്ഷെ ഒന്നും മേടിച്ചൊന്നുമില്ല. അത് കഴിഞ്ഞ് നമ്മൾ കടയിൽ നിന്ന് ഇറങ്ങിയിട്ട് നേരെ മാളിലേക്ക് പോയി. അവിടെയൊക്കെ ഒന്ന് ചുറ്റിക്കാണാൻ വേണ്ടി. അങ്ങനെ നമ്മൾ മാളിൽ കയറി. ഇവിടെ കുറേ സാധനങ്ങളുണ്ടായിരുന്നു ഗൈസ്, എല്ലാം മേടിക്കണം എന്നുണ്ടായിരുന്നു, പക്ഷെ പറ്റിയില്ല, ഒന്നും മേടിച്ചില്ല. പിന്നെ മേടിച്ചു. പിന്നെ ഇതാണ് എൻ്റെ ഔട്ട്ഫിറ്റ് ഓഫ് ദ ഡേ ഗൈസ്. എങ്ങനെയുണ്ട്? കൊള്ളാമോ? സൂപ്പറല്ലേ? നിങ്ങൾ പറയൂ ഇതെങ്ങനെയുണ്ടെന്ന്. അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങിയില്ല. കുറച്ച് നടന്നപ്പോഴത്തേക്കും ഞാനൊരു ഐസ്ക്രീം മേടിച്ചു ഗൈസ്. ഇത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു ഈ ഐസ്ക്രീം, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഐസ്ക്രീം കഴിച്ചതാ പറ്റണമെന്നൊന്നും അറിയത്തില്ല. എന്നാലും ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്. ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, എല്ലാം ചെയ്യണം കേട്ടോ ഗൈസ്. ഓക്കെ, ബൈ.